Yes, welcome back to Arcane Next. So, ഓണ പരീക്ഷയ്ക്ക് നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ 1 മാർക്ക് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം മതി തേർഡ് ചാപ്റ്ററിലെ 1 മാർക്ക് മൊത്തം പഠിക്കാൻ. ആദ്യത്തെ ചോദ്യം ഇതാണ്. The subshell electronic configuration of an element is given below. Identify the period number and group number. ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടാണ്. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഷോർട്ട് കട്ട് 1 2 3 4 എണ്ണി നോക്കുക. ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് എന്ത് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. സോ ഹൈയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ് 4 ആണ്. ഏറ്റവും വലിയ നമ്പർ അത്ര ഓർത്താൽ മതി. ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് പീരീഡ് നമ്പർ 4 ആണ് അല്ലേ? പീരീഡ് 4 ആണ്. ഇനി ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പ് ഏത് ബ്ലോക്ക് എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻറ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിലേക്കാണ്. സോ അത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അവരുടെ പിയിലെ ഇലക്ട്രോണിന്റെ കൂടെ 12 ആഡ് ചെയ്താൽ മതി. അപ്പൊ 12 + 3 15. യെസ്. അപ്പൊ ഗ്രൂപ്പ് 15 ആണ്, പീരീഡ് 4 ആണ്. അപ്പൊ ഏറ്റവും വലിയ പ്രിൻസിപ്പൽ കോൺ നമ്പർ എത്രയാ? 4 ആണ്. അപ്പൊ 4 കൊടുത്തു, പീരീഡ് കൊടുത്തു, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 12 + ഇലക്ട്രോൺ നോക്കുക. പിയിലെ 4p3. യെസ്. അടുത്ത ചോദ്യം. The subshell electronic configuration of an element X and Y are given below. Ready? What is the chemical formula of compound? ചെയ്തോ. X ന്റെയും Y യുടെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും വാലൻസി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് X ആണ്. X ന്റെ വാലൻസി എത്രയാണ് ആർട്ടി? Xന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. 3s2 ആണ്. അപ്പൊ 2 ആണ്. Y യുടെ വാലൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ 3s2 3p5. അപ്പൊ മൊത്തം 7 ഇലക്ട്രോൺ ഉണ്ട്. വാലൻസി 1 ആണ്. ഇനി രണ്ടുപേരുടെയും വാലൻസികൾ തമ്മിൽ ക്രോസ് ചെയ്യണം നിങ്ങൾ. എക്സിൻ്റെത് വൈക്കും വൈയുടേത് എക്സിനും കൊടുക്കുക. അപ്പൊ കിട്ടുന്നത് x1 y2. അപ്പൊ കോമ്പൗണ്ട് ഇവർ തമ്മിൽ ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല ഇതായിരിക്കും. xy2 എന്ന് മതി. x1 y2 അല്ല xy2. റെഡി അല്ലേ? നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് ഓപ്ഷൻ. യെസ്, ലാസ്റ്റ് ഓപ്ഷൻ. യെസ്. അടുത്ത ചോദ്യം. The subshell electronic configuration of an element nickel is given. Ready ആണ്? What is the atomic number of an element? എന്തായിരിക്കും ഈ എലമെന്റിന്, ഈ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും എന്നുള്ളതാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ അവരുടെ എന്ത് കിട്ടും? അവരുടെ അറ്റോമിക് നമ്പർ കിട്ടും. സോ നിക്കൽ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 28. നിക്കൽ അറ്റോമിക് നമ്പർ 28. Next is അടുത്ത ചോദ്യം. The transition element belong to ഏത് ബ്ലോക്ക് എലമെന്റ്? ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റൽ നിന്നും നോൺ മെറ്റലിലേക്കുള്ള ട്രാൻസിഷൻ കാണിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർ ട്രാൻസിഷൻ എലമെന്റ്. ഡി ബ്ലോക്ക് എലമെന്റുകളാണ്. ഡി ബ്ലോക്ക് എലമെന്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The subshell electronic configuration of an element calcium. കാൽഷ്യത്തിന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. What is the group number it belongs to? കാൽഷ്യത്തിന്റെ ഗ്രൂപ്പ് നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ തന്നെ ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസിൽ 2 ഇലക്ട്രോൺ ആണ്. എസിൽ ഇലക്ട്രോൺ എങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കാം. എസിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. എസിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. യെസ്. അടുത്ത ചോദ്യം. Name the F block element which is used as a fuel in nuclear reactor. ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു F block element ആര് എന്നുള്ളതാണ്? തോറിയമാണ്. തോറിയമാണ് ഇക്കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നത്. The subshell electronic configuration of an element A. A എന്ന് പറയുന്ന എലമെന്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. Which is the period number? ഏതാണ് പീരീഡ് നമ്പർ? പീരീഡ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഹൈയസ്റ്റ് നമ്പർ 1 2 3 4, ഹൈയസ്റ്റ് 4 ആണ്. സോ പീരീഡ് നമ്പർ 4 ആണ്. അടുത്ത ചോദ്യം. The F block Okay, the F block elements are placed in 2 rows at the bottom of the periodic table. നിങ്ങൾ F block elements നെ കാണാറില്ലേ? താഴെയാണ് പീരിയോഡിക് ടേബിൾ താഴെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. Which are the periods that they belongs to? ഏത് പീരീഡിലാണ്? ആകെ മൊത്തം 7 പീരീഡുകളെ പീരിയോഡിക് ടേബിളിലുള്ളൂ. അതിൽ 6ഉം 7ഉം പീരീഡിൽ വരുന്ന ആളുകളാണ് F ബ്ലോക്ക്. സോ ആൻസർ ഈസ് 6 and 7. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അവർ അറിയപ്പെടുന്നത് അല്ലേ? അന്തഃസംക്രമണ മൂലകം. Pick out the correct subshell electronic configuration of potassium, atomic number 19. Yes, പൊട്ടാഷ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ആർഗൺ നിങ്ങൾക്കറിയാം, ആർഗണിൽ 18 ഇലക്ട്രോണുകളാണ്. അപ്പൊ പൊട്ടാഷ്യം 19, 1 ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ വരും. അത് ഏതിലേക്കാണ് കയറുന്നത്? ആർഗൺ എത്ര വരും? ആർഗൺ 4s1 ആണ്. സി ആണ്. ആർഗൺ 18, 1 19. Next question. Among the following, which one is the correct subshell electronic configuration of aluminum? അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അലൂമിനിയത്തിന്റേത് 13 ആണ്. അപ്പൊ എന്ത് വരും? 1s2 2s2 2p6 3s2 3p1. ആദ്യത്തേതാണ് കോൺഫിഗറേഷൻ. മൊത്തം 13 ഇലക്ട്രോണുകൾ. അടുത്ത ചോദ്യം. What will be the number of subshell in the N shell? N ഷെല്ലിൽ എത്ര സബ്ഷെല്ലുകൾ ഉണ്ടെന്നാ വെച്ച്? 1 2 3 4. ആദ്യത്തെ ഷെല്ല് K ആണ്. 2 L, 3 M, 4 N. Kയിൽ ഒരു സബ്ഷെല്ലേ ഉള്ളൂ S. Lൽ 2 ഉണ്ട്, S ഉം P യും. M ൽ 3 ഉണ്ട്, S ഉം P യും D യും. N ൽ 4. P യും D യും
എഫും. ഓക്കെ, ഈ ഷെല്ലിന്റെ എണ്ണം തന്നെയാണ് സബ് ഷെല്ലിനാണോ അല്ലെ? അപ്പൊ 4 റെഡി അല്ലേ? ഷെല്ലിന്റെ നമ്പർ ഏതാണോ അതാണ് സബ് ഷെല്ലിന്റെ എണ്ണം. അപ്പൊ നാലാമത്തതിൽ 4 സബ് ഷെൽ. നാലാമത്തതിൽ 4 സബ് ഷെൽ, ഒന്നാമത്തെ ഒരു സബ് ഷെൽ. ഓക്കെ, കഴിഞ്ഞു. റെഡി അല്ലേ? നമ്മൾ ഡിസ്കസ് അപ്പം റെഡി അല്ലേ? സെറ്റ്. ഓക്കെ, ബൈ.